സൈബർ ഇടത്തെ ആക്രമണങ്ങൾ വളഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ, ഉമാ തോമസിനെ മാത്രമല്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും അവരുടെ കുടുംബത്തെയും പോലും ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള സൈബർ ആക്രമണം കൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെ സജി ചെറിയാനും സൂചിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ഇന്ന് നടന്ന സംഭവങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യത്തിൽ കോൺഗ്രസ് ഒത്തുതീർപ്പിലായി. രാഹുലിനെ കൈവിടാതെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തലയൂരാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. ആ റിപ്പോർട്ടിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഗുരുതരമായ ലൈംഗിക ചൂഷണ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്നത്. MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജിക്കായി കോൺഗ്രസിനുള്ളിൽ മുതിർന്ന നേതാക്കളുടെ ആവശ്യം തന്നെ ശക്തമായിരുന്നു. എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് മറുവിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയത്. അതിന്റെ ഭാഗമായാണ് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് പകരമായി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടെന്നും പകരം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ മതിയെന്നുമുള്ള KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെയാണ് ഒത്തുതീർപ്പ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ഭീഷണിയും നേതൃത്വത്തെ രാജി എന്ന പ്രധാന ആവശ്യത്തിൽ നിന്നുള്ള വ്യതിചലനത്തിന് കാരണമായതായാണ് സൂചന. രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്ന കാര്യത്തെ മറയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയത്. അതേസമയം KPCCയുടെ നിലപാടിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുതിർന്ന വനിതാ നേതാക്കളായ ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം പാടെ തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുമ്പോൾ ആകെ വെട്ടിലാകുന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. ഗുരുതരമായ പരാതികൾ ഉയർന്നു വന്നിട്ടും ശക്തമായ നടപടി രാഹുലിനെതിരെ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കാൻ യോഗ്യതയില്ലാത്തതും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് യോഗ്യതയില്ലാത്തതുമായ വ്യക്തി എങ്ങനെയാണ് MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ എന്ന ചോദ്യമാണ് പൊതുസമൂഹം കോൺഗ്രസിനു നേരെ ഉയർത്തുന്നത്. അതിനൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ വിയോജിപ്പുള്ള മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കുന്നതും കോൺഗ്രസിന് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും ഷീജ ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് തന്നെ ആദ്യം പോകാം. ഷീജ, അതായത് നേരത്തെ VD സതീശൻ വന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നത്, അതായത് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ VD സതീശനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഗോഡ് ഫാദർ പോലെ അറിയപ്പെടുന്നത്. അത് അങ്ങനെയുമായിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പും ഒക്കെ നാം കണ്ടതാണ്. ഒടുവിൽ VD സതീശൻ രംഗത്തെത്തി കർശന നടപടി ഉണ്ടാകും, രാജി തന്നെ ഉണ്ടാകും എന്ന സൂചന നൽകുന്ന വാക്കുകളാണ്. പക്ഷേ അതിൽ നിന്ന് ഘടകം മറിഞ്ഞാണ് ഇന്ന് VD സതീശനെത്തി രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ പാർട്ടി നടപടി ഇന്നെടുത്തത്? അതിനെതിരായി കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപം കൊള്ളുന്ന വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒപ്പം ചേർത്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. ഇത് ഒരു വിഭാഗം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദ തന്ത്രം വിജയിച്ചതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കെതിരെ കാര്യങ്ങൾ തിരിയുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചന നൽകിയത്. അതായിരുന്നു രാഹുൽ MLA സ്ഥാനം രാജിവെക്കും എന്നുള്ള ചർച്ചകളിലേക്ക് നയിച്ചത് പോലും. പക്ഷേ അവിടെ നിന്നും രാഹുലും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും അടക്കമുള്ളവർ സമ്മർദ്ദതന്ത്രം കൃത്യമായ രീതിയിൽ തന്നെ പയറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിൽ ഭീഷണി അടക്കം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ തന്നെയുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ, അതിൽ വനിതാ നേതാക്കളും ഉൾപ്പെടുന്നുണ്ട്. അവരുൾപ്പെടെ മുന്നോട്ട് വെച്ചത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നുള്ളൊരാവശ്യമാണ്. ആ ആവശ്യത്തെ പാടെ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് പോലും വ്യക്തമാണ് എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളത്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും
മറുപടി പറയാതെയാണ് സണ്ണി ജോസഫ് അവിടെ നിന്നും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നത് പോലും. ഏതായാലും കോൺഗ്രസിനുള്ളിൽ ഇനിയിപ്പോൾ നേരിടാൻ പോകുന്ന രണ്ട് പ്രധാന പ്രതിസന്ധികളാണ്. ഒന്ന്, ഈ വിഷയത്തെ എങ്ങനെ തരണം ചെയ്യണം, ജനങ്ങൾക്ക് മുന്നിൽ എന്ത് സമീപനം, എന്ത് വിശദീകരണം നൽകണം എന്നുള്ള വലിയ പ്രതിസന്ധി അവർക്ക് മുന്നിൽ നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം വലിയ തോതിലുള്ള അതൃപ്തിയിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനകം തന്നെ അവരെ ഏത് രീതിയിൽ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതും വലിയ പ്രതിസന്ധിയായി കോൺഗ്രസിന് മുന്നിൽ അവശേഷിക്കുകയാണ്. അജിംഷാദ്.